യു എയിലെ അബുദാബി, ബഹ്റൈൻ, ഖത്തർ, US സൈനിക താവളങ്ങളിൽ ഇറാന്റെ മിസൈൽ ആക്രമണം എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കൂടി സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. ബഹ്റൈനിലെ ജുഫൈർ മേഖലയിലെ US നാവികതാവളം, പൗരന്മാർ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങണമെന്ന നിർദ്ദേശം ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നു. ഖത്തറിൽ ഇപ്പോഴും നിരന്തരമായ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നു. അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഖത്തറിൽ ഇപ്പോഴും നിരന്തരമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. സ്കൂളുകൾ എത്രയും പെട്ടെന്ന് ഡിസ്പേഴ്സ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്കൂളുകൾ വിട്ടിരിക്കുന്നു. എല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പെട്ടെന്ന് മാറുന്നു. ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു ആശങ്കയുടെ സാഹചര്യം നിലവിലില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് അടക്കം ഖത്തറിലെ എയർബേസുകളിലേക്ക് കൂടുതൽ ലക്ഷ്യം വെക്കുന്നുണ്ട് ഇറാൻ എന്നതാണ് ഗൾഫിലെ ആശങ്ക. ഉറപ്പായും നമ്മൾ നേരത്തെ ഉള്ളതുപോലെയല്ല. ഇത് നേരത്തെ നമ്മൾ കണ്ട ഒരു ചെറിയ കാലത്തെ യുദ്ധം പോലെയല്ല. ഇന്നിപ്പോൾ യുദ്ധം തുടങ്ങി കഴിഞ്ഞ കുറേ നാളത്തെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യുദ്ധം തുടങ്ങുമ്പോഴേക്കും അത് കുറച്ചുകൂടി ഇന്റൻസിറ്റിയിൽ കുറച്ചുകൂടി തീവ്രതയിൽ അത് ഗൾഫ് മേഖലയെ ബാധിക്കുന്നു എന്നതാണ് സംശയം. പ്രജിൻ തുടർന്ന്. പ്രജിൻ, നിലവിൽ ഖത്തർ മാത്രമാണ് രാജ്യത്തെ ലക്ഷ്യമിട്ടുള്ള എല്ലാ മിസൈലുകളും തകർത്തു എന്ന് ഒഫീഷ്യലി സ്ഥിരീകരണം പറയുന്നത്. മറ്റു ഗൾഫ് രാജ്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഈ മേഖലകളിൽ നിന്നൊക്കെ ബഹ്റൈനിൽ നിന്നടക്കം ഒരുപാട് ദൃശ്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ ഫോണുകളിലേക്ക് അയച്ചു തരുന്നുമുണ്ട്. പ്രജിൻ, ഹാഷ്മി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ജനവാസ മേഖലയിൽ ഈ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുന്നത്. ഇതിപ്പോൾ സൈനിക താവളങ്ങളെ കേന്ദ്രീകരിച്ച് ആക്രമണം എന്ന വാർത്തകളുണ്ടെങ്കിലും പുറത്തുവരുന്ന ദൃശ്യങ്ങൾ, മിസൈലുകൾ, ചില സ്ഫോടനങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത് ജനവാസ മേഖലയോട് ചേർന്നാണ്. അത് വലിയ ആശങ്കയാണ് ആ മേഖലയിലാകെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളോട് നേരത്തെ പ്രതികരിച്ച മലയാളികളൊക്കെ തന്നെ പറയുന്നത് ശബ്ദം കേൾക്കാം, അതായത് ശബ്ദം കേൾക്കണമെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് ആ സ്ഫോടനം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജനവാസ മേഖലയിൽ സ്വാഭാവികമായിട്ടും ഇറാന്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിൽ ഏത് രീതിയിലുള്ള ഒരു പ്രതിരോധമാണ്, ഒരു തിരിച്ചടിയാണ് ആ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ എടുക്കാൻ പോകുന്നത് എന്നത് നിർണായകമാണ്. അതിന് വൈകിക്കൂടാ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ ആ സമയത്തൊക്കെ ഖത്തറിന്റെ ഒക്കെ ഇടപെടൽ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ യുദ്ധം അല്ലെങ്കിൽ ഈ സംഘർഷ സാഹചര്യം അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ ആ രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ ഒരു പ്രതികരണവും നടത്തുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നൊരു സ്ഥിരീകരണം ഇസ്രയേലിൽ നിന്നും ഉണ്ടായതല്ലാതെ അതിന് പിന്നാലെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘർഷം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കയോ ഇസ്രയേലോ ഒരു പ്രതികരണവും ഇതിനോടകം നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ കാര്യങ്ങളെ വഷളാക്കുകയില്ലേ എന്ന ചോദ്യം കൂടി പ്രസക്തമാവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇറാന്റെ ഈ മേഖല, ഇറാന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, അത് ആ രീതിയിൽ തന്നെ ഇറാൻ ഉപയോഗിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാഷ്മി കൂടി നേരത്തെ പറയുകയുണ്ടായി, അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെല്ലാം തന്നെ ഈ ഗൾഫ് മേഖലയാകെ കേന്ദ്രീകരിച്ചാണ് എന്ന് നമുക്കറിയാം. അത് കൃത്യമായി ഇറാൻ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഖത്തറിലാണ് അൽ ഉദൈദ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രങ്ങൾ ഒന്നുള്ളത്. അത് ഇറാന് വളരെ അടുത്താണ്. ഈ കടലെടുക്ക് കഴിഞ്ഞാൽ ഖത്തറായി ഇറാനിൽ നിന്നും. അതുകൊണ്ട് തന്നെ അത് വളരെ അടുത്താണ്. അവിടത്തേക്ക് ഒരു ആക്രമണം ഇറാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. ബഹ്റൈൻ, നമുക്കറിയുന്നത് പോലെ ഈ അമേരിക്കൻ കപ്പൽ പടയുടെ 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനമാണ് ബഹ്റൈനിലുള്ളത്. അതുകൊണ്ട് അവിടത്തേക്കും ഒരു ആക്രമണം ഇറാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഭാഗമായി ഇവിടെയൊക്കെ തന്നെ ബഹ്റൈനിലും ഖത്തറിലൊക്കെയുള്ള ജനവാസ മേഖലയിൽ കൂടി സ്ഫോടനം ഉണ്ടാകുന്നു എന്നതാണ് ആകെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ കുവൈറ്റിലേക്ക് വന്നാൽ അരിഫ്ജാൻ എന്ന് പറയുന്ന സൈനിക ക്യാമ്പ് കുവൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയുടെ മറ്റൊരു ക്യാമ്പാണ്. അവിടേക്കും ഇറാൻ ആക്രമണം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാഖിലും അമേരിക്കയുടെ ക്യാമ്പുണ്ട്. സൗദി അറേബ്യയിലുണ്ട്. പ്രിൻസ് സുൽത്താൻ എന്ന് പറയുന്ന സെൻട്രൽ ക്യാമ്പുണ്ട് അവിടെ സൗദി അറേബ്യയിൽ. ഒമാനിലുണ്ട്, UAE-യിലുണ്ട്. ഈ ഇടങ്ങളിലെല്ലാം തന്നെ, ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളുണ്ട്. അവിടേക്കാണ് ഇറാന്റെ ആക്രമണം. സ്വാഭാവികമായിട്ടും അമേരിക്ക അത് പ്രകോപിപ്പിക്കും, അമേരിക്ക പ്രതികരിക്കും എന്നത് മാത്രമല്ല, ഈ രാജ്യങ്ങൾ കൂടി ഭീഷണിയിലാവുന്നതോടുകൂടി ഈ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ ഈ വിഷയത്തിൽ ഇടപെടും, ഈ സംഘർഷത്തിൽ ഇടപെടും എന്നൊരു പ്രതീക്ഷ കൂടി ഇറാൻ ഉണ്ടാകാം. സ്വാഭാവികമായിട്ടും അതിൽ ഒരു നെഗോഷിയേഷൻ ചാനൽ പുതുതായിട്ട് തുറന്നു വരും. ഈ രാജ്യങ്ങളെല്ലാം ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ കുറേ കാലാകാലങ്ങളായി റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ഇത്തവണയും ഇറാൻ ഉപയോഗപ്പെടുത്തുന്നതാണ്. പക്ഷേ അമേരിക്ക ഈ നിമിഷവും അതിലൊരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെയല്ല, കുറച്ചുകൂടി കർക്കശ രീതിയിലാണ് ട്രംപിന്റെ ഒക്കെ നിലപാടെന്നതും ശ്രദ്ധേയമാണ്. ഈ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക ഇറാനിൽ എന്നതല്ലാതെ മറ്റൊരു വഴിയും ഇറാനിൽ മുന്നിലില്ല. ആ പുതിയ ആൾക്കാർ വരട്ടെ, അത് വരണം എന്നൊരു ആവശ്യം അമേരിക്ക നേരത്തെ ഉന്നയിച്ചു. അതിൽ നിന്ന് മാറാതെ ഇനി പിന്നോട്ടില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അമേരിക്ക വരുന്നുണ്ട്. അപ്പോഴാണ് ഈ ഗൾഫ് മേഖലയിലാകെ തന്നെ ആശങ്കയുണ്ടാക്കിക്കൊണ്ട് ഇറാന്റെ തിരിച്ചടി ഉണ്ടാവുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഒരുപക്ഷെ നേർക്കുനേർ ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടൽ എന്നതിനപ്പുറം ഒരുപക്ഷെ മലയാളികൾക്ക്, നമ്മൾക്ക് കൂടുതൽ കൺസേൺ ആവുന്ന, കൂടുതൽ പ്രയോറിറ്റി ആവുന്ന ഗൾഫ് മേഖലയിലെ ആശങ്ക തന്നെയാണ്. നേരത്തെ ഒരു ടോക്കൺ അറ്റാക്ക് എന്ന നിരക്ക് കഴിഞ്ഞ തവണ ഖത്തറിലെ അൽ ഉദൈദിനെ ലക്ഷ്യം വെച്ചെങ്കിലും അത് പക്ഷേ അതൊരു വലിയ ആക്രമണത്തിലേക്കൊന്നും പോയിരുന്നില്ല.
ഇക്കുറി അങ്ങനെയാണോ എന്നറിയില്ല. ഇക്കുറി ഖത്തറിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ കേൾക്കുന്നു, ബഹ്റൈനിൽ കേൾക്കുന്നു, അങ്ങനെ കുവൈറ്റിൽ കേൾക്കുന്നു, അങ്ങനെ ഇറാന് ചുറ്റുമുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ എയർബേസിലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇറാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. അത് ഇറാനിലേക്ക് അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്ത ആക്രമണത്തിന്റെ തീവ്രത അത്രത്തോളം ഉണ്ടായിരുന്നു. ഏറ്റവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.